സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേന്ദ്ര കുടിശ്ശികയിൽ വ്യക്തത വരുത്താതെ സഭയെ ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഒരു പ്രതികരണം നേരത്തെ തന്നെ JP നദ്ദയുടെ ഭാഗത്ത് ഉണ്ടായതാണ്. ഇപ്പോൾ എന്താണ് ഈ ഒരു ഇൻസെന്റീവിന്റെ കാര്യത്തിൽ ഒരു വ്യക്തതയും വരുത്താതെ ഉള്ള ഒരു പരാമർശമാണ് നദ്ദയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അല്ലേ? ആതിര, തീർച്ചയായും കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആശാപ്രവർത്തകർക്കുള്ള ഇൻസെൻറ്റീവിൽ വലിയ വർധനവ് ഉണ്ടാകണം, എങ്കിൽ മാത്രമേ അവർക്ക് ആശ്വാസം ലഭിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ 1200 രൂപ മാത്രമാണ് ആശാപ്രവർത്തകർക്ക് ഇൻസെൻറ്റീവായി ലഭിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് കേരളം നൽകുന്ന 7000 രൂപയും പിന്നീട് കേന്ദ്രം നൽകുന്ന 1200 ഒരുമിച്ചാണ് ഇത്തരത്തിൽ ഈ ആശാപ്രവർത്തകർക്ക് നൽകുന്നത്. ആ ഇൻസെൻറ്റീവിൽ വലിയൊരു വർധനവ് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനം നൽകുന്ന ആ ഒരു പണത്തിന് തുല്യമായ ഒരു വർധനവ് ഉണ്ടാകുന്ന ആവശ്യം പല തവണ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ രാജ്യസഭയെ അറിയിച്ചിരിക്കുന്നത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണനയില്ല എന്ന് തന്നെയാണ്. കാരണം സമയബന്ധിതമായി അത് നടപ്പാക്കുമെന്ന് മാത്രമല്ല എന്ന് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട എല്ലാ നിലയും സമരങ്ങൾ ഉൾപ്പെടെ എല്ലാ നിലയും ഇന്നിപ്പോൾ V ശിവദാസൻ MPയും രാജ്യസഭയിൽ ഈ ആരോഗ്യ മന്ത്രാലയ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സംസാരിച്ചിരുന്നു. വെറും 1200 രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് നൽകുന്നത്, ഇത് വർദ്ധിപ്പിക്കണം ആവശ്യമില്ലാത്ത നിലയും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനെല്ലാം തന്നെയും മറുപടിയിലാണ് ഇപ്പോൾ JP നദ്ദ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവിൽ ഒരു വർധനവ് തൽക്കാലം ഇല്ല എന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. പൂർണ്ണമായും ആശാപ്രവർത്തകരെ കൈവിട്ടു കേന്ദ്രം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല ഇതിൽ എന്ന് ഇനി ആശാപ്രവർത്തകരുടെ ജോലി ഭാരം കൂടിയെന്നും അവർ ആരോഗ്യ മേഖലയ്ക്കെല്ലാം നിലയും നിസ്തുലമായ സേവനം നൽകുന്നു എന്നെല്ലാം നിലയും കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഇൻസെന്റീവിന്റെ കാര്യത്തിൽ മോദി സർക്കാരിന്റെ ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ ഇൻസെന്റീവ് നൽകിയതെന്നുള്ള വിചിത്രമായ ഒരു അവകാശവാദം കൂടി കേന്ദ്ര സർക്കാർ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഇൻസെന്റീവിന്റെ കാര്യത്തിലെല്ലാം തന്നെയും ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇത് ഇപ്പോൾ തൽക്കാലം വർധനവില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികളിലേക്ക് ആശാപ്രവർത്തകരെ കൊണ്ടുവന്ന് അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുമെന്നെല്ലാം തന്നെയും JP നദ്ദ പറയുമ്പോഴും ഇവരുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യം എന്ന് പറയുന്നത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഇൻസെന്റീവ് തൽക്കാലം വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് പറയുമ്പോഴും എത്ര സമയം അല്ലെങ്കിൽ ഏത് സമയത്താണ് ഈ ഒരു വർധനം എന്ന കാര്യത്തിലും ഒരു കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ JP നദ്ദ പറയുന്നില്ല. സ്വാഭാവികമായും ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യം പൂർണ്ണമായും കേന്ദ്ര സർക്കാർ തള്ളി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആതിര, വ്യക്തമാണ്. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.